എം ജി സുരേഷ് കുമാർ, ഇവിടെ ഇന്നലെ വരെ എന്തോ പീക്ക് ലോഡ് മാനേജ്മെന്റ്, എന്തോ പീക്ക് ടൈമിൽ എന്തോ അടിച്ചു പോകലൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അത് വർക്കൗട്ട് ആവുന്നില്ലെന്ന് കണ്ടാണോ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ് എന്നാലും അതിന് ലോഡ് ഷെഡിംഗ് എന്ന് വിളിക്കില്ല, പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് നേരത്തെ അറിയിക്കാനുള്ള KSEBയുടെ തീരുമാനം? ഒന്ന് ഹാഷ്മിയുടെ ഇൻട്രോ പ്രാസൊക്കെ ഒപ്പിച്ച് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ പറയുമ്പം ചില വസ്തുതകളും കൂടി അറിഞ്ഞു പോകേണ്ടതുണ്ട്. വേനൽക്കാലമായാൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കും എന്ന് അറിയാത്തവരല്ല KSEBക്കാർ. മാത്രമല്ല ഇത് ഒരു ഇലക്ഷൻ ഇയറും കൂടിയാണ്. സ്വാഭാവികമായും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തന്നെയാണ് KSEB ഈ വേനൽക്കാലവും വരവേറ്റത്. പക്ഷെ വേനലിൻ്റെ കടുപ്പമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ലാതെ അപ്രതീക്ഷിതമായി ഒരു വൈദ്യുതി ഉപഭോഗ വർധനവ് വന്നാൽ KSEB അല്ല ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ വേനൽക്കാലത്ത് വരുന്ന വൈദ്യുതി ഉപഭോഗം കണക്കാക്കുന്നതിന് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ വർഷത്തെ വേനലിൽ എത്ര ഉണ്ടായിരുന്നു, അതിൽ ഈ വർഷം സാധാരണഗതിയിൽ എത്ര വർധനവ് ഉണ്ടാവാം. അത് നോർമലി ഒരു 3% മുതൽ 4% വരെയാണ്. കഴിഞ്ഞ വർഷത്തെ വേനലിൽ ഉണ്ടായിരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഏകദേശം വൈദ്യുതി ആവശ്യകത, പരമാവധി വൈദ്യുതി ആവശ്യകത എന്ന് പറയുന്നത് ഒരു 5450, 5500 താഴെയായിരുന്നു. അതിനകത്ത് ഒരു 3% വർധനവ് വെച്ചാൽ 150 മെഗാവാട്ട് വർധനവ്, 5600, 5650 അല്ലെങ്കിൽ 5700 മെഗാവാട്ട് വരെ എത്താം. സാധാരണ മാസങ്ങൾ ഉണ്ടാകുന്ന വൈദ്യുതിയേക്കാളും വേനൽക്കാലത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന വൈദ്യുതി എന്ന നിലയ്ക്കിലും ഇത് കണക്ക് കൂട്ടാം. കേരളത്തിൽ ഈ കഴിഞ്ഞ സാധാരണ മാസങ്ങളിൽ ഉണ്ടായിരുന്ന വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4900, 5100 മെഗാവാട്ടായിരുന്നു. അതിന്റെ അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാനിംഗ് പരാജയം എന്ന് പറഞ്ഞത്. ഈ 5% വർധന ഉണ്ടാവൂ എന്ന് കരാറിൽ എവിടെയും ഒപ്പിട്ട് പോകുന്നില്ല. പറഞ്ഞു തീരുന്നതുവരെ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. പറഞ്ഞു തീരുന്നവരെ അനുവദിക്കുന്നില്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കേൾക്കുകയും ഞങ്ങൾക്ക് പറയാൻ അനുവാദം തരുന്നില്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. അല്ലെങ്കിൽ പറയൂ, ഞാൻ പറയുന്നത് ഈ 5% കൂടാവൂന്ന് ആരും എവിടെ ഉറപ്പ് നൽകിയിട്ടില്ല. അല്ല, അത് ഞാൻ പറയട്ടെ, 5% വെച്ച കൂടാവുന്നല്ല. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഏത് ആസൂത്രണം നടത്തുക. അല്ലാതെ നമുക്ക് 10% അല്ലെങ്കിൽ 15% കൂടും എന്ന് പറഞ്ഞിട്ട് ആസൂത്രണം നടത്തി അവിടെ വരുന്ന അധിക ചെലവ് മുഴുവൻ സാധാരണ ജനങ്ങൾ തന്നെയല്ലേ വഹിക്കേണ്ടത്. അപ്പം ആസൂത്രണം എന്ന് പറഞ്ഞാൽ നമുക്ക് വരാവുന്ന പരമാവധി സാധ്യത എത്രയാണോ ആ സാധ്യത കണ്ട് ആസൂത്രണം ചെയ്യാണ്. ആ സാധ്യത അനുസരിച്ച് 5700 മെഗാവാട്ടിന് അപ്പുറത്ത് പോകേണ്ടതില്ല. എന്നിട്ടും ഈ വർഷം ഇലക്ഷൻ ഇയർ കൂടിയാണ് എന്ന് കണ്ടുകൊണ്ട് 5900, 6000 മെഗാവാട്ടായാലും പ്രശ്നമില്ലാത്ത രൂപത്തിൽ ആസൂത്രിതമായി തന്നെയാണ് വൈദ്യുതി ബോർഡ് ഈ വേനൽക്കാലത്തെ കണ്ടത്. ഏകദേശം 8-10% വർധനവുണ്ടായാൽ പോലും പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് ഈ വേനൽക്കാലത്തെ കണ്ടത്. പക്ഷേ നമ്മൾ ഒരിക്കലും മുൻകൂട്ടി കാണാൻ കഴിയും. ഈ ആസൂത്രണം എപ്പോഴാണ് നടത്തുന്നത്? കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിലാണ് നടത്തുന്നത്. അത് അപ്ഡേറ്റ് ചെയ്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ അതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ കൂടി വരുത്തി. അപ്പോഴും യാതൊരു പ്രതിസന്ധിയും കേരളത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഫെബ്രുവരി 28 ട്രംപ് ഇറാനിൽ ആക്രമണം നടത്തുമെന്നും ഇവിടെ ഈ വൈദ്യുതി കൂടുമെന്ന് അറിയാനുള്ള പ്ലാനിംഗ് എന്താണ് ഇല്ലാത്തത്? ഇവിടെ ഇത്രയും EV ചാർജിംഗ് ഉണ്ട്, ഇത്രയും AC ഉണ്ടെന്ന് അറിയാം. അല്ല, ഞാനിപ്പോ തന്നെ ചർച്ച ചെയ്യുന്ന പോകും. ഞാൻ പറഞ്ഞു തീർന്ന് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്യുന്ന പോകും. താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇല്ലല്ലോ, താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ താങ്കൾ പറയുന്നതിലെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ. അല്ല, ഞാൻ ഒരു കാര്യം പറയാൻ, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം വേണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം. നമ്മൾ 1.5 മണിക്കൂർ ചർച്ച ചെയ്യുന്നതിന്റെ അകത്ത് ഒരു 10 മിനിറ്റ് ആദ്യം എനിക്ക് തന്നുപോയാൽ ഒന്നും സംഭവിക്കില്ല. പ്രൊവോക്കഡാവല്ലേ? പറയൂ താങ്കൾ. ഞാൻ താങ്കൾ പറയുന്നതിലെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിർത്തണമെങ്കിൽ നിങ്ങൾ നിർത്തി, ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ സാധനം അഴിച്ചു വെച്ചിട്ട് ഇവിടുന്ന് പോയിക്കോളാം. എനിക്ക് ഈ തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് നേരം എനിക്ക് തന്നു പോയത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് പറയാനുള്ളത് അനുവദിക്കാൻ പറ്റുമെങ്കിൽ അനുവദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അല്ല, താങ്കൾ പറയൂ. അതായത് ഈ പാചകവാതക പ്രതിസന്ധി ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ കേരളത്തിൽ ആകെ വിൽക്കപ്പെട്ടിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റൗകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ലക്ഷം സ്റ്റൗകളാണ്. കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് വിൽക്കപ്പെട്ടിട്ടുള്ളത് അഡീഷണൽ ആയി 12 ലക്ഷം. അങ്ങനെ ഇപ്പം കേരളത്തിലെ ഗ്രിഡിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റൗവിന്റെ എണ്ണം 24 ലക്ഷമാണ്. ഒരു സ്റ്റൗ എന്ന് പറഞ്ഞാൽ 1000 വാട്ട് മുതൽ 2000 വാട്ട് വരെയാണ്. ഇത് ഉണ്ടാക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 2400 വാട്ടാണ്, 2400 മെഗാവാട്ടാണ്.
അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ ഒരുമിച്ചല്ല ഇത് മുഴുവൻ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്നതുകൊണ്ടാണ് ഏകദേശം 500 മെഗാവാട്ടിന്റെ ഇമ്പാക്ട് ഈ ഇലക്ട്രിക് സ്റ്റൗ മാത്രം വൈദ്യുതി ഗ്രിഡിൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ഒരാൾക്കും മുൻകൂട്ടി കാണാൻ കഴിയുന്ന പ്രതിസന്ധിയല്ല. ഫെബ്രുവരി 28-ാം തീയതി ട്രംപ് ആക്രമണം നടത്തുമെന്നും ഇവിടെ പാചകവാദി പ്രതിസന്ധി ഉണ്ടാകുമെന്നും കഴിഞ്ഞ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസം 27-ാം തീയതിയും KSEBക്ക് കാണാൻ കഴിയുന്നതല്ല. 28-ാം തീയതി ഉണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായി മാർച്ച് മാസ അവസാനത്തിലാണ് പാചകവാദ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായത്. അപ്പോൾ തന്നെ 8-ാം തീയതി 8/4/2026 റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ KSEB അപേക്ഷ സമർപ്പിച്ചു. ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം നിലയ്ക്ക് ഈ സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇപ്പൊ ഇല്ല. ഇപ്പം ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം വന്നാൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ എന്നതുകൊണ്ട് അവർ അപേക്ഷ കൊടുത്തു. അപേക്ഷയിൽ തീരുമാനം ഉണ്ടായത് 26-ാം തീയതിയാണ്. ഇപ്പം ഇന്ന് അത് ഡയമണ്ട് ഹെഡ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പം ഒരു പ്രതിസന്ധി നിപ്പ പോലെ, കോവിഡ് പോലെ, പ്രളയം പോലെ പെട്ടെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇതിന്റെ മുകളിൽ കഥാപ്രസംഗം നടത്തി ആളുകൾ പരിഭ്രാന്തരാക്കുക അല്ല വേണ്ടത്. ഇവിടെ ഇത്രയും EVS ചാർജിംഗ് ഉള്ള കാര്യം അറിയാം, ഇത്രയും AC ഉള്ള കാര്യം അറിയാം, ഇത്രയും BPL വീടുകളിൽ AC ഉള്ള കാര്യം അറിയാം, കൺസംഷൻ പാറ്റേൺ അറിയാം. 3 മാസത്തെ ഷോർട്ട് ടൈം പർച്ചേസ് അടക്കം ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്യാതെ കഥാപ്രസംഗം ഒന്ന് അധിക്ഷേപിക്കല്ലേ സാറേ? ഇത് കേൾക്കുന്നവരൊക്കെ മണ്ടന്മാരാണോ? അതാണ് ഞാൻ പറഞ്ഞത്. AC അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളൊക്കെ കണക്കിലെടുത്ത് അതൊക്കെ വന്നാലും ആവശ്യമായ വൈദ്യുതി എത്ര വേണം എന്ന് കണക്കാക്കി അതിനനുസരിച്ചുള്ള ആസൂത്രണം KSEB ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിന്റെ ഭാഗമായി താങ്കൾ പറഞ്ഞു KSEBക്ക് അറിഞ്ഞുകൂടായിരുന്നു. ശരി, താങ്കൾ പറഞ്ഞു. തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ദയവായി ഹാഷ്മി ശ്രമിച്ചു കളയണം. ഓക്കെ രാജു പിന്നെ മനസ്സിലാക്കാനുള്ള ശരി ആ പ്രവാചക സാന്നിധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദയവായി ഇത്തരം സാഹചര്യങ്ങൾ ഹാഷ്മി ഒന്ന് മനസ്സിലാക്കി KSEB ഉദ്യോഗസ്ഥന്മാരോട് ഇനി മുതലെങ്കിലും പറയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഹാഷ്മിക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന ആളാണല്ലോ. മനസ്സിലാക്കി താങ്കൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഇനി വരാൻ പോകുന്നുണ്ടെന്ന് കാലത്ത് ഞങ്ങളൊന്ന് ഉപദേശിക്കണം എന്നാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത്. ഹാഷ്മിയുടെ ഉപദേശത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, പരിഹാസം ഇഷ്ടപ്പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.